ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മഹാലക്ഷ്മി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ദേവി പൂജയ്ക്കും ലക്ഷ്മി സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്നതിനും മറ്റും ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് മുപ്പട്ടുവെള്ളി. ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഭക്തനെ തേടിയെത്തുന്ന ദിവസമായിട്ടാണ് മുപ്പട്ടുവെള്ളി കണക്കാക്കുന്നത്. ഈ ദിവസം ദേവി വീടുകളിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന ദിവസമാണ്. മുപ്പട്ടുവെള്ളിയാഴ്ച മഹാലക്ഷ്മി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് വിശ്വാസം. മുപ്പട്ടുവെള്ളിയുടെ അന്ന് ലക്ഷ്മിയുടെ അനുഗ്രഹം നേടാനായി ആ ചൈതന്യം നേരിട്ട് അനുഭവിക്കാനായിട്ട് ഭക്തർ എന്തൊക്കെ ചെയ്യണമെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. അന്നേ ദിവസം സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഭക്തർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. മുപ്പട്ട് വെള്ളിയാഴ്ച 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. വിളക്കിന് മുമ്പിലായി മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വെച്ച് പുഷ്പങ്ങൾ സമർപ്പിക്കുക. നിലവിളക്കിനരികിലായിട്ട് ഒരു ജലം നിറച്ച കിണ്ടി വെക്കുക. ആ ജലത്തിൽ തുളസിപ്പൂക്കളും മുല്ലപ്പൂക്കളും വെക്കണം. ഈ ദിവസം സ്ത്രീകൾ കുളിച്ച് ശുദ്ധമായി തലയിൽ കുറച്ച് മുല്ലപ്പൂ ചൂടി നിലവിളക്ക് തെളിയിക്കുന്നത് ഏറെ ഗുണകരമാണ്. കാരണം മുല്ലപ്പൂ ലക്ഷ്മീദേവിയുടെ ഇഷ്ടപുഷ്പമാണ്. മുല്ല ചൂടി വിളക്ക് കത്തിക്കുന്ന സ്ത്രീകളെ ദേവി ഇരുകൈകളും നീട്ടി അനുഗ്രഹിക്കും. തമിഴ്നാട്ടിലും മറ്റും പോയിട്ടുള്ളവർക്ക് ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളൊക്കെ തലയിൽ നിറയെ മുല്ലപ്പൂ വെച്ച് നടക്കുന്നത്. വിളക്കിന് മുമ്പിൽ ഒരു താലത്തിൽ പച്ചരി നിരത്തുക. സമൃദ്ധി തോന്നിക്കും വിധമാണ് പച്ചരി താലത്തിൽ നിരത്തേണ്ടത്. അതിന് മുകളിലായിട്ട് 3-5 കഷ്ണം ഉണക്കമഞ്ഞൾ വെക്കുക. ഇനി വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് അത്രയും നാണയങ്ങൾ കൂടി താലത്തിൽ വെക്കുക. 10 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ 10 നാണയങ്ങൾ വെക്കുക. ഓരോ അംഗങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് വെക്കാൻ. ഈ താലം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വേണം വയ്ക്കുവാൻ. പറ്റുമെങ്കിൽ ദേവിയുടെ മുമ്പിൽ ഒരു നെയ്യ് വിളക്ക് കൂടി തെളിയിക്കുക. ഒരു ചിരാതിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചാൽ മതി. അതിനുശേഷം മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവി സ്തുതികളും മന്ത്രങ്ങളും ജപിക്കുക. ഓം ശ്രീം ശ്രീയേ നമഃ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്നീ മന്ത്രങ്ങളുടെ ജപം വിശേഷാൽ ഫലം നൽകുന്നതാണ്. എന്നാൽ ഇത് അതിൻ്റെ ചിട്ട അനുസരിച്ച് വേണം ജപിക്കാൻ. ഏറ്റവും കുറഞ്ഞത് 12 തവണയെങ്കിലും ജപിക്കുക. 108 തവണ ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ശേഷം മനസ്സിലെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനകളും ദേവിക്ക് സമർപ്പിക്കുക. ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ ലക്ഷ്മി ദേവിക്ക് ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.